നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വലിയ ചർച്ചാ വിഷയങ്ങൾ ഉണ്ടായത് കൂടിയാണ്. രാഷ്ട്രീയ ഗതിവിഗതികൾ ഉണ്ടായ ഒരു തെരഞ്ഞെടുപ്പ് കാലം കൂടിയാണ്. ഒരുപാട് ചുവടുമാറ്റങ്ങൾ നമ്മൾ കണ്ടു. CPM-ന്റെ ഭാഗമായിരുന്നവർ ഇത്തവണ ഐക്യജനാധിപത്യ മുന്നണിക്കൊപ്പം ചേർന്ന് മത്സരിക്കുന്നത് നമ്മൾ കണ്ടു. ഈ തെരഞ്ഞെടുപ്പ് അവർക്ക് ജീവൻ മരണ പോരാട്ടം തന്നെയാണ്. ജയിച്ചാൽ ഒരുപക്ഷെ മന്ത്രി കസേര വരെ കാത്തിരിക്കുന്നുമുണ്ട്. പരാജയപ്പെട്ടാലോ രാഷ്ട്രീയ ഭാവി തന്നെ അവസാനിക്കാനും സാധ്യതയുണ്ട്. കണ്ണൂരിൽ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ, പയ്യന്നൂരിൽ V കുഞ്ഞികൃഷ്ണൻ, തളിപ്പറമ്പിൽ TK ഗോവിന്ദൻ. ഈ രണ്ട് നേതാക്കളുടെ സാധ്യതകൾ എത്രത്തോളമുണ്ട്? അർജുൻ കല്യാടിലേക്ക് പോകാം. അർജുൻ, ഈ നേതാക്കൾ ഐക്യജനാധിപത്യ മുന്നണിക്കൊപ്പം നിന്നുകൊണ്ട് മത്സരരംഗത്തേക്ക് വന്നു, പൂർണ്ണ പിന്തുണ നൽകുകയും ചെയ്തു. പക്ഷേ എത്രത്തോളം വോട്ട് പിടിക്കാനായിട്ടുണ്ടെന്ന ആകാംക്ഷയുണ്ട്. ഏറ്റവും അവസാന ഘട്ടത്തിൽ എന്താണ് ഇവരുടെ പ്രതീക്ഷകൾ? ഏതായാലും ടൈറ്റ് ഫൈറ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നത് ഒരു യാഥാർത്ഥ്യമാണല്ലേ? വിനീത, തീർച്ചയായിട്ടും വലിയ അടിയൊഴുക്കുകൾ ഉണ്ടാകുമെന്നുള്ള ഒരു വിലയിരുത്തൽ തന്നെയാണ് CPM നടത്തുന്നത്. പയ്യന്നൂരിലും തളിപ്പറമ്പിലുമൊക്കെ അതിശക്തമായ രീതിയിലുള്ള ഒരു മുന്നേറ്റം UDF-ന് ഉണ്ടാക്കാൻ വേണ്ടി കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷ UDF ക്യാമ്പുകളും പങ്കുവെക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ കാണേണ്ടത്, പയ്യന്നൂരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഏറെ മുന്നിൽ തന്നെ അല്ലെങ്കിൽ മുന്നോടിയായി തന്നെ രക്തസാക്ഷി ഫണ്ട് വിവാദം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ V കുഞ്ഞികൃഷ്ണൻ ഉയർത്തിയതാണ്. ആ ഘട്ടത്തിൽ വലിയ രീതിയിൽ ആ പാർട്ടി അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ശ്രമിച്ചു. V കുഞ്ഞികൃഷ്ണൻ അവിടെ സ്ഥാനാർത്ഥിയാകുമെന്നുള്ള കാര്യം ഏറെക്കുറെ പാർട്ടിയും ഉറപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അതിനാവശ്യമായിട്ടുള്ള സംവിധാനങ്ങളും സജ്ജീകരണങ്ങളും ഒരുക്കാൻ ഒരു പരിധിവരെ CPIM-ന് പയ്യന്നൂരിൽ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ തവണ 2021-ൽ 49,000-ലധികം അല്ലെങ്കിൽ അത്രയും വോട്ടുകൾ നേടിയിട്ടുള്ള CPM-ന്റെ LDF-ന്റെ സ്ഥാനാർത്ഥി ഇക്കുറി പക്ഷേ 20,000-ൽ താഴെ വോട്ടുകൾക്ക് മാത്രമായിരിക്കും അവിടെ ജയിക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ള വിലയിരുത്തലാണ് CPM-നുള്ളത്. അതായത് ഭൂരിപക്ഷം നേർപകുതിയിൽ താഴെയായി കുറയുന്നൊരു സാഹചര്യം പയ്യന്നൂരിലുണ്ട് എന്ന് CPM തന്നെ വിലയിരുത്തുന്നു. എന്നാൽ V കുഞ്ഞികൃഷ്ണൻ പറയുന്നത് ഒരു 5,000-ന് മുകളിൽ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലെങ്കിലും വിജയിക്കാൻ വേണ്ടി കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ്. V കുഞ്ഞികൃഷ്ണന്റെ കാര്യത്തിൽ നേരത്തെ തന്നെ ഒരു കാര്യം, പാർട്ടിയെ സ്ഥാനാർത്ഥിയാകും, അവിടെ പ്രതിരോധം ഉണ്ടാകുമെന്നുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള വെല്ലുവിളികൾ ഉണ്ടാകുമെന്നുള്ള വിലയിരുത്തൽ CPM-നെ സംബന്ധിച്ചുണ്ടായിരുന്നുവെങ്കിൽ തളിപ്പറമ്പിൽ അതായിരുന്നില്ല. TK ഗോവിന്ദനെ പോലെ കണ്ണൂർ ജില്ലയിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള ഒരാൾ തിരഞ്ഞെടുപ്പിന്റെ തൊട്ട് അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്ക് നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ പാർട്ടി വിടുകയും പിന്നീട് UDF-ന്റെ സ്വതന്ത്രമായി മത്സരിക്കുകയും ചെയ്യുന്ന സ്വപ്നത്തിൽ പോലും CPM കരുതിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രതിരോധങ്ങൾ സൃഷ്ടിക്കാൻ അല്ലെങ്കിൽ പ്രതിരോധങ്ങൾ കരുതാൻ വേണ്ടി തൊടുത്തുവിടുന്ന അസ്ത്രങ്ങളെ പ്രതിരോധിക്കാനുള്ള പടച്ചട്ടകൾ CPM ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഏറെ പണിപ്പെടേണ്ടി വന്നു. P ജയരാജനെ പോലെ പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ അവിടെ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ ഏൽപ്പിച്ചുകൊണ്ടാണ് CPM ഈ നീക്കത്തെ പ്രതിരോധിച്ചിട്ടുള്ളത്. പക്ഷേ അവിടെയും ഈ പറയുന്ന ആര് ജയിച്ചാലും, TK ഗോവിന്ദൻ ജയിച്ചാലും 5,000-നടുത്ത് ഭൂരിപക്ഷത്തിലായിരിക്കും. അതുപോലെ തന്നെ PK ശ്യാമള ജയിച്ചാലും അതും 5,000-ൽ താഴെ ഭൂരിപക്ഷത്തിനായിരിക്കും എന്നുള്ളതാണ് ഒരു പൊതു വിലയിരുത്തൽ. എന്തായാലും കൈ പിടിക്കുമോ ഈ പാർട്ടി വിട്ടവർ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. പക്ഷേ കണ്ണൂരിലെ CPM-നെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ടുപേരുടെയും മത്സരം തന്നെ വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയതാണ്. പയ്യന്നൂരിലായാലും തളിപ്പറമ്പിലായാലും ജയിച്ചു കയറിയില്ലെങ്കിൽ പോലും കുഞ്ഞികൃഷ്ണനായാലും TK ഗോവിന്ദനായാലും വോട്ട് പിടിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. CPM-ന്റെ ഭൂരിപക്ഷം കുറയ്ക്കാനെങ്കിലും അവർക്ക് കഴിയുമെന്ന കാര്യം ഉറപ്പാണ്. അർജുൻ കല്യാട് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് പാലക്കാട്ടേക്ക് പോകാം. അവിടെ ഒറ്റപ്പാലത്തും മലമ്പുഴയിലും UDF-നൊപ്പമുള്ളത് മുൻ CPM നേതാക്കളാണ്.